എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ഉത്തരം മദർ തെരേസ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ബഹിഷ്കൃത് ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ്? ഉത്തരം എൻ.വി. കൃഷ്ണവാര്യർ. ദ പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് മഹാത്മാഗാന്ധി എഴുതിയതാര്? ഉത്തരം ജി.എൻ. ധവാൻ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരിപാടി എത്ര കാലം നീണ്ടുനിന്നു? ഉത്തരം 8 വർഷം. ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഉത്തരം ഡോക്ടർ ജോർജ് ഇരുമ്പയം. ഇംഗ്ലണ്ടിൽ ഗാന്ധിജിയെ ചികിത്സിച്ച ഡോക്ടർ? ഉത്തരം ഡോക്ടർ ജീവരാജ് മേത്ത. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്തായിരുന്നു? ഉത്തരം ഹേ റാം. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം അയ്യങ്കാളി. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ഏത് ട്രസ്റ്റിനാണ്? ഉത്തരം നവജീവൻ ട്രസ്റ്റ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ആര്? ഉത്തരം ബാരിസ്റ്റർ ജി.പി. പിള്ള. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിൽ ഗാന്ധിജി വാരിക ആരംഭിച്ചത് എന്ന്? ഉത്തരം 1904. ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു? ഉത്തരം 21 വർഷം. ഗാന്ധിജി മെട്രിക്കുലേഷൻ പാസ്സായത് ഏത് വർഷം? ഉത്തരം 1887. ഗാന്ധിജിയെ കളിയാക്കി മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം സരോജിനി നായിഡു. എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാനാമം? ഉത്തരം ചാണക്യൻ.
നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ചേരിചേരാ നയം. നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത്? ഉത്തരം 17 വർഷം. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി. നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1916. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഉത്തരം ശാന്തിവനം. 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം? ഉത്തരം നാഷണൽ ഹെറാൾഡ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം പ്രീതിലത വഡേദർ. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര്? ഉത്തരം തുളസീദാസ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. അണക്കെട്ടുകളെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി? ഉത്തരം അനിൽ മേനോൻ. 2026 ഫിഫ പുരുഷ ലോകകപ്പ് ജേതാക്കളായ ടീം? ഉത്തരം സ്പെയിൻ. ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. 2026 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ? ഉത്തരം ജമ്മു കാശ്മീർ. അസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ഉത്തരം സർവീസസ്. 2026 ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 80. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എത്രാമത്തെ സെൻസസ് ആണ് 2027 നടക്കുന്നത്? ഉത്തരം 8ാമത്തെ. ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഉത്തരം സലീം കുമാർ. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം KG ശങ്കരപ്പിള്ള. 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം അസർബൈജാൻ. 2025-26 സീസണിലെ കേരള പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയത് ഏത് ക്ലബ്ബാണ്? ഉത്തരം ഗോകുലം കേരള FC. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്?
ഉത്തരം ആർ വൈരമുത്തു.